കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ടിപ്പായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ നിലവിളക്കൊക്കെ വെട്ടിത്തിളങ്ങണ പോലെ തിളക്കിയെടുക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അതും വെറും 2-3 മിനിറ്റ് മാത്രം മതി ഈ സംഭവം ഒന്ന് അടിപൊളിയാവാൻ. അപ്പോൾ നമ്മുടെ വിളക്കിലൊക്കെ ആകെ കരി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടിപ്പുകളൊന്നുമല്ല ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് ഒന്ന് കണ്ടു നോക്കിയാലോ. പഴക്കമുള്ള നമ്മുടെ വിളക്കാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ കഴുകി വയ്ക്കാൻ പറ്റാണ്ട് അങ്ങനെ നല്ലോണം കരിയും പച്ചക്ലായ്പൊക്കെ പിടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഈ വിളക്ക് ഇവിടെ ഇരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു വിളക്ക് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും നല്ലോണം ഉപയോഗിക്കാത്ത കാരണം തന്നെ നമ്മൾ എപ്പോഴും വിളക്ക് ഉപയോഗിക്കലും കഴുകലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഈ പച്ചക്ലായ്പൊന്നും വരില്ല. പിന്നെ നമ്മൾ കൈയോടെ തന്നെ കഴുകി വയ്ക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 വിളക്കും ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ കരി ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊരു തുണി വെച്ചിട്ട്, എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നന്നായിട്ടൊരു തുണി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ തുടച്ചെടുക്കാം കേട്ടോ. കണ്ട ഈ വിളക്കിലധികം കുഴപ്പങ്ങളില്ല, അത് ഞാൻ അപ്പോൾ കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കഴുകി വെക്കാണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നല്ല കരിയാട്ടോ. അപ്പോൾ ഞാനിതേ തുണി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ എണ്ണമെഴുക്കും അതൊക്കെ ഉള്ളതൊന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം കേട്ടോ. നമ്മളാദ്യം പുളി വെച്ചിട്ടും പിന്നെ തിളച്ച വെള്ളത്തിലിട്ടിട്ടും ഒക്കെയാണല്ലോ, അപ്പോൾ കുറച്ച് സമയം വരും. അപ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ തുടച്ചെടുക്കാം കേട്ടോ. ഈ എണ്ണമെഴുക്കൊക്കെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക തരം കരിയാണല്ലേ നമ്മുടെ ഈ വിളക്കിലെ കരി. ഈ എണ്ണമെഴുക്കും കൂടി ആകുമ്പോൾ തന്നെ ഇങ്ങനെ മെഴുമെഴുന്ന് തന്നെ നിൽക്കും. അപ്പം ഞാൻ നന്നായിട്ട് തുണി വെച്ചിട്ട് മൊത്തം നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയാണ് കേട്ടോ. നന്നായി ഉരച്ച് കഴുകി നമ്മുടെ കൈയൊന്നും വേദന എടുക്കില്ല കേട്ടോ. സിമ്പിളായിട്ട് 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറേ കൊല്ലങ്ങളായിട്ടുള്ള വഴക്കുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞ ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുക. ഞാൻ പുളി ഉപയോഗിച്ചിട്ടൊക്കെ കഴുകാറുണ്ട് കേട്ടോ. പുളി വെച്ച് കഴുകുമ്പോഴും നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് നല്ല വെട്ടിത്തിളങ്ങണ പോലെയാവും. അപ്പോൾ ഈ ടിപ്പ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വിളക്ക് തുടച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ തേക്കാൻ എന്ത് സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വിമ്മിൻ്റെ ലിക്വിഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങയാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 3 വിളക്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് 3 കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീര് നന്നായിട്ട് നമ്മുടെ ലിക്വിഡിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഏത് ലിക്വിഡാണ് നിങ്ങൾ പാത്രം കഴുകാൻ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഈ ചെറുനാരങ്ങ നീരും ഇതിൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും മാത്രം മതി നമ്മുടെ വിളക്ക് നല്ല പുത്തൻ പോലെ തിളങ്ങും കേട്ടോ. അപ്പോൾ ഈ തൊലി നമുക്ക് കളയണ്ട, അതിവിടെ വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെയ്ത് 2 മിക്സും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കയ്യിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് പത്രങ്ങൾ സോപ്പിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തോട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ സ്ക്രബില്ലേ, സ്റ്റീലിൻ്റെ സ്ക്രബ് കേട്ടോ. ചകിരിക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ ഞാൻ ഈ ഒരു സ്ക്രബ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെള്ളമൊക്കെ അതിൽ നിൽക്കുന്നത് നമ്മൾ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി തന്നെ ഉരച്ചെടുക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ പതുക്കെയാണ് കേട്ടോ ഉരയ്ക്കണുള്ളൂ. ഉരയ്ക്കുമ്പോൾ തന്നെ കണ്ടല്ലേ വിളക്കിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം. നല്ലൊരു പ്രത്യേക തിളക്കാണ് കേട്ടോ നമ്മുടെ വിളക്കിന് ഉണ്ടാവുക. ഒരു പച്ചക്ലായ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ വിളക്കിൻ്റെ ഈ സൈഡിൽ, ഈ സെൻറ്റർ ഭാഗത്ത്. അതൊന്ന് ജസ്റ്റ് നമുക്കിതൊന്നുകൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ തന്നെ ആ സാധനം അങ്ങോട്ട് പൂട്ടായി. അപ്പോൾ ഈ നമ്മുടെ ചെറുനാരങ്ങയിൽ ഒരു ആസിഡ് പവർ ഉള്ള കാരണം തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൂട്ടാം. ഞാൻ അധികം പ്രസ് ചെയ്തിട്ടൊന്നുമല്ല ആക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കണമല്ലോ. നമുക്ക് അധികം അങ്ങോട്ട് കുറേ ശക്തി അങ്ങോട്ട് പിടിച്ച് ഉരച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്നിങ്ങനെ തേച്ചിട്ടാൽ തന്നെ നമ്മുടെ ഈ ക്ലായ്പ് പിടിച്ചതും ഒക്കെ പോയിട്ട് നമുക്ക് ആദ്യം വിളക്ക് മേടിച്ചിട്ടുള്ള ആ ഒരു തിളക്കില്ലേ, ആ തിളക്കത്തിൽ നമ്മുടെ വിളക്ക് കിട്ടുട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. പിന്നെ എണ്ണമെഴുക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം അറിയാം. നല്ലൊരു തിളക്കാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിളക്കുകളൊക്കെ ഒന്ന് ഉരയ്ക്കുക. അപ്പോൾ ആദ്യം ഉരച്ച വിളക്ക് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് നന്നായി തന്നെ ഉരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം കരി ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ കരി ആകെ കയ്യുമ്മയൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ തുണി വെച്ച് തുടച്ചപ്പോൾ ഒരുവിധം കരി പോയി. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക കേട്ടോ. പഴയ ടൂത്ത് പേസ്റ്റ്
ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ ഉള്ളി ഭാഗങ്ങളിലൊക്കെ അത് വെച്ചിട്ട് നമുക്ക് ഉരച്ചെടുക്കാം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കയ്യെത്താത്ത ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ വിളക്കിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതോ നമുക്ക് ബ്രഷൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഉരച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്താ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയില്ലേ, എല്ലാം തേച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വേണമെന്നില്ല, അപ്പോഴേക്കും തന്നെ നമുക്ക് ഇതൊക്കെ പോയിരിക്കും. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഈ തൊലി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് അങ്ങനെ ഉരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലേസിങ് ആട്ടോ നമ്മുടെ വിളക്കിനൊക്കെ കിട്ടുക. കണ്ട ഞാനപ്പോൾ ഈ അരുഭാഗങ്ങളിലും എല്ലാ വിളക്കിലും കൂടിയിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. അധികം സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിലും ഉള്ളു ഭാഗങ്ങളിലും ഒക്കെ ഈ ചെറുനാരങ്ങയുടെ അതൊന്ന് തേച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിളക്കിലും ഒന്ന് തേക്കട്ടെ. തേച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റിൽ ഫൈനൽ ലുക്ക് കണ്ടാൽ എന്തായാലും നിങ്ങൾ ഞെട്ടു കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ അതേ നന്നായി ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് കഴുകി നോക്കാം. നമ്മളിത് എല്ലാം തേച്ച് പരത്തിയിട്ട് ഒരു കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചതിന് ശേഷം ഓരോരോ വിളക്കായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കാം കേട്ടോ. നല്ലോണം വെട്ടി തിളങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? ആദ്യത്തെ വിളക്കും ഇപ്പോഴത്തെ വിളക്കിൻ്റെയും മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. നല്ലോണം അടിപൊളി പുതിയ വിളക്ക് പോലെ, അധികം സമയമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഉരച്ച് വൃത്തിയാക്കി നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളെ സോപ്പും പതിയും ചെറുനാരങ്ങയുടെ ഒന്നും അവിടെ ഇവിടെയും ഇരിക്കരുത് കേട്ടോ. നന്നായി വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ കഴുകണം, അല്ലെങ്കിൽ പിന്നെയും അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ക്ലായ്പ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇനി നന്നായി നമ്മൾ ഉണക്കാൻ വെക്കണം. വെള്ളമൊക്കെ നന്നായി വെലിഞ്ഞതിന് ശേഷമാണ് നമ്മളത് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. വെള്ളത്തിൻ്റെ അംശം തട്ടിയാൽ തന്നെ വിളക്കുകൾ പിന്നെയും ക്ലായ്പ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.